ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ടി.പി. ശ്രീനിവാസൻ, നോക്കൂ, 15 മാസത്തോളം നീണ്ട ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരതയ്ക്ക് അറുതിയായിരിക്കുന്നു. ഗാസയിൽ സമാധാനം പുലരുന്നു, വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുന്നു. താങ്കൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു? ഇത് പ്രസിഡന്റ് ട്രംപിന്റെ വിജയമാണ്. വേറെ ആർക്കും ഇതിന് ക്രെഡിറ്റ് എടുക്കാൻ കഴിയില്ല. അദ്ദേഹം തീരുമാനിച്ചിരുന്നു യുദ്ധം രണ്ടും അവസാനിക്കും എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഇതിന് കിട്ടുന്നത് ഇതിന്റെ. അപ്പൊ ഇസ്രായേലിൽ റിലക്റ്റന്റ് ആണ് രണ്ടുപേരും, ഹമാസും. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രഷർ കൊണ്ടാണ് 20-ാം തീയതിക്ക് മുമ്പ് ഇത് നടത്തണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അത് നടന്നത്. എന്നാലും നല്ല കാര്യമാണ്. പക്ഷെ ഇതൊന്നും കൊണ്ട് പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രണ്ട് സ്റ്റേറ്റും, പാലസ്തീൻ സ്റ്റേറ്റും ഇസ്രായേൽ സ്റ്റേറ്റും ഒന്നായി ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന അവസരം വരുമ്പോൾ മാത്രമേ സമാധാനം വരികയുള്ളൂ. പക്ഷെ എന്തായാലും കൊല്ലയും ഒക്കെ തീർന്നല്ലോ എന്ന് സമാധാനിക്കാം. അതിന്റെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഓരോ ഇസ്രായേലി ഹോസ്റ്റേജിന്റെയും വില അവർ വളരെ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഒരു ഇസ്രായേലിയെ വിട്ടാൽ ഒരു 10,000 പാലസ്തീനിനെ വിട്ടാൻ തയ്യാറാണ്. അങ്ങനെയാണ് അതിന്റെ റെക്കോർഡ്. അപ്പൊ ഈ 3 പേര് എന്നുള്ളവർക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സൺഡേ വരുമെന്ന് പറഞ്ഞു, അത് വന്നിരിക്കുന്നു. നമ്മളെല്ലാം സന്തോഷിക്കണം. ശരി, നന്ദി ശ്രീ ടി.പി. ശ്രീനിവാസൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്.